ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങൾ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ തിരുനാളാണ്. ഈ വിശുദ്ധയുടെ ജീവിതം ഇതിൽ പരം മനോഹരമായി മറ്റേത് വചനം കൊണ്ട് വ്യാഖ്യാനിക്കാനാവും? ആ വചനം നമുക്ക് ഒരിക്കൽ കൂടെ കേൾക്കാം. മത്തായി സുവിശേഷം 18-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങൾ. ഈശോ ഒരു ശിശുവിനെ അടുത്ത് നിർത്തിയിട്ടാണ് ഇത് പറയുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. നാലപ്പാട്ട് നാരായണൻ എന്ന കവിയുടെ ഒരു മനോഹരമായ കവിതയുണ്ട്, വിശുദ്ധയെക്കുറിച്ചുള്ളതാണ്. ആ കവിത ഇപ്രകാരമാണ്: കല്ലില്ല മുള്ളില്ല കടുപ്പമില്ല, കുണ്ടില്ല കുഴിയില്ല കുഴപ്പമില്ല, സ്വർഗത്തിലെത്താൻ അവളിട്ട മാർഗം സുഗമ്യവും രമ്യവുമായി ലസിപ്പു. കല്ലില്ല മുള്ളില്ല കടുപ്പമില്ല, കുണ്ടില്ല കുഴിയില്ല കുഴപ്പമില്ല, സ്വർഗത്തിലെത്താൻ അവളിട്ട മാർഗം സുഗമ്യവും രമ്യവുമായി ലസിപ്പു. ആധ്യാത്മിക ശിശുത്വം, കുഞ്ഞായിരിക്കുക, ഇതായിരുന്നു വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതി സ്വർഗത്തിലെത്താൻ ഉപയോഗിച്ച മാർഗം. കുഞ്ഞായിരിക്കുക, എന്നും കുഞ്ഞായി തുടരുക. 8-ാം സങ്കീർത്തനത്തിൽ കുഞ്ഞുങ്ങളുടെ ആദരം കൊണ്ട് കോട്ടയൊരുക്കി എന്ന് വചനം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ കൊച്ചു വിശുദ്ധയുടെ 25 വർഷം മാത്രം, അതിൽ 9 വർഷം കർമ്മല മഠത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ജീവിച്ച ഈ വിശുദ്ധയുടെ ജീവിതത്തിലൂടെ കർത്താവ് കോട്ടയൊരുക്കി. വലിയ കാര്യങ്ങൾ ഈ വിശുദ്ധയിലൂടെ കർത്താവ് പൂർത്തീകരിച്ചു. പ്രിയപ്പെട്ടവർ, ഈ വിശുദ്ധ പറഞ്ഞു വയ്ക്കുന്ന ഒരു വാക്യമുണ്ട്: സ്നേഹത്താൽ തുളുമ്പുന്നൊരു ഹൃദയമായിരുന്നു വിശുദ്ധയ്ക്കുണ്ടായിരുന്നത്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു എന്ന് വിശുദ്ധ ആത്മകഥയായ നവമാലികയിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ആ ഒരു കൊച്ചു ഭാഗം നമുക്ക് വായിച്ച് കേൾക്കാം. അവൾ പറയുന്നു, കുരിശിൽ കിടന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന ഈശോയുടെ നിലവിളി ഞാൻ കേട്ടു. അവിടുത്തെ ദാഹം ശമിപ്പിക്കുകയായിരുന്നു എൻ്റെ ഏക വ്യഗ്രത. എത്ര കണ്ട് കൂടുതലായി ഞാൻ അവിടത്തേക്ക് കുടിക്കാൻ കൊടുത്തുവോ അത്രയധികം അവിടുന്ന് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം എനിക്ക് നൽകി. അവൾ തൻ്റെ ആവേശോജ്വലമായ തീക്ഷ്ണത പ്രാർത്ഥനയാക്കി സമർപ്പിക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: ഹാ യേശുവേ, അങ്ങയുടെ മണവാട്ടിയാവുക, കർമ്മല സഭയുടെ അംഗമാവുക, ആത്മാക്കളുടെ അമ്മയാവുക, ഇവയെല്ലാം എനിക്ക് മതിയായിരുന്നു. എന്നാൽ വൈദികനാകാനുള്ള ദൈവവിളി എൻ്റെ ഉള്ളിൽ അനുഭവപ്പെട്ടു. കൊച്ചു ത്രേസ്യ പുണ്യവതി ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ഈ ആഗ്രഹങ്ങളെക്കുറിച്ച് കേട്ടുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വിചിന്തനം ആരംഭിക്കുന്നത്. ഒന്നാമത്തത് നമ്മൾ കേട്ട് കഴിഞ്ഞു, വൈദികനാകാനുള്ള വിളി. വിശുദ്ധ തുടരുകയാണ്: പ്രവാചകന്മാരെയും വേദപാരംഗതന്മാരെയും പോലെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2, പ്രേക്ഷിതയാകാനുള്ള വിളി എനിക്കുണ്ട്. 3, ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് അങ്ങയുടെ തിരുനാമം പ്രസംഗിക്കുവാനും അവിശ്വാസികളുടെ നാട്ടിൽ അങ്ങയുടെ പ്രതാപമേറിയ കുരിശ് നാട്ടുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. 4-ാമത്തെ വിളി: ഹാ എൻ്റെ പ്രാണനാഥ, ഒരു മിഷൻ രംഗം കൊണ്ട് മാത്രം ഞാൻ തൃപ്തിപ്പെടുകയില്ല. ഒരേ സമയത്ത് തന്നെ പഞ്ചഭൂഖണ്ഡങ്ങളിലും വിദൂരസ്ഥമായ ദ്വീപുകളിലും സുവിശേഷം പ്രസംഗിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സുവിശേഷ പ്രഘോഷക, മിഷണറിയാകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഏതാനും വർഷങ്ങളിലേക്ക് മാത്രമല്ല, ലോക സൃഷ്ടി മുതൽ ലോകാവസാനം വരെ ആ കർത്തവ്യം നിർവഹിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാൽ എനിക്ക് ഏറ്റവും പ്രിയമുള്ള ദിവ്യരക്ഷക, എല്ലാറ്റിനുമുപരി എനിക്കുള്ള മോഹം എൻ്റെ രക്തം അവസാനത്തുള്ളി വരെയും അങ്ങേക്ക് വേണ്ടി ചിന്തണമെന്നുള്ളതാണ്. രക്തസാക്ഷിത്വത്തിനുള്ള ആഗ്രഹവും ഇവിടെ വിശുദ്ധ പറഞ്ഞു വയ്ക്കുകയാണ്. വിശുദ്ധ തുടരുകയാണ്: ആരാധനായ എൻ്റെ മണവാള, അങ്ങയെപ്പോലെ പ്രഹരിക്കപ്പെടുവാനും ക്രൂശിക്കപ്പെടുവാനും ഞാൻ ആഗ്രഹിക്കുന്നു.
വിശുദ്ധ ബർത്തലോമ്യുവെ പോലെ തൊലിയുരിയപ്പെട്ടു മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ യോഹന്നാനെ പോലെ തിളച്ച എണ്ണയിൽ ആഴ്ത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേദസാക്ഷികളെ ഏൽപ്പിച്ച സകല പീഡനങ്ങളും സഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ആഗ്നസിനും വിശുദ്ധ സിസിലിയായ്ക്കുമൊപ്പം വാളിന് നേരെ കഴുത്ത് നീട്ടിക്കൊടുക്കുവാനും എൻ്റെ പ്രിയ സഹോദരി ജുവാനോ ഫാർക്കിനെ പോലെ എരിയുന്ന ചിതയിൽ നിന്ന് ഹാ യേശുവേ അങ്ങയുടെ തിരുനാമം ഉച്ചരിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. അന്തിക്രിസ്തുവിൻ്റെ കാലത്ത് ക്രിസ്ത്യാനികൾ അനുഭവിക്കാനിരിക്കുന്ന നിഷ്ഠൂര പീഡനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ ഹൃദയം ആനന്ദത്താൽ തുടിക്കുന്നു. അവയെല്ലാം എനിക്കായി നീക്കി വച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒടുവിൽ അവൾ വീണ്ടും കൂട്ടിച്ചേർക്കുകയാണ്, ഓ ഈശോയെ, നരകത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവിടെ അങ്ങയെ സ്നേഹിക്കുന്ന ആരുമില്ലല്ലോ എന്ന ചിന്ത എന്നെ ദുഃഖിപ്പിക്കുന്നു. ആകയാൽ അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി നരകത്തിൽ പോകുവാനും ഞാൻ തയ്യാറാണ്. അങ്ങനെ അവിടെ അങ്ങയെ സ്നേഹിക്കുന്ന ഒരാത്മാവ് ഉണ്ടാകുമല്ലോ. ഇതാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി. ഈ വാക്കുകളിലുണ്ട് ഈ വിശുദ്ധ ആരാണെന്നുള്ളത്. നരകത്തിൽ പോകാൻ പോലും, കാരണം നരകത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്ന ആരുമില്ല, അതുകൊണ്ട് ഞാൻ നരകത്തിൽ പോയി കർത്താവിനെ സ്നേഹിക്കാം. അങ്ങനെ കർത്താവിനെ സ്നേഹിക്കുന്നവരെ കൊണ്ട് ഭൂമി മുഴുവൻ നിറയട്ടെ എന്നാഗ്രഹിച്ച ഒരു കൊച്ചു വിശുദ്ധ വീണ്ടും പറഞ്ഞു വയ്ക്കുന്നുണ്ട്, എൻ്റെ ആത്മാവിൽ ദൈവം വർഷിച്ചു തന്നിട്ടുള്ളതിൽ കൂടുതൽ സ്നേഹം ഒരാത്മാവിൽ ചൊരിയാൻ ദൈവത്തിന് സാധിക്കുകയില്ല എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ആത്മാവിൽ കർത്താവ് സമർപ്പിച്ചിട്ടുള്ള ചൊരിഞ്ഞിട്ടുള്ള ദൈവസ്നേഹത്തിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചുകൂടി കൂടുതൽ ദൈവസ്നേഹം മറ്റൊരാത്മാവിലും ചൊരിയാൻ കർത്താവിന് കഴിയില്ല എന്ന് വിശുദ്ധ പറഞ്ഞു വയ്ക്കുന്നു. കാരണം അത്രമാത്രം ദൈവസ്നേഹത്താൽ ഈ വിശുദ്ധ നിറഞ്ഞിരുന്നു. നമ്മൾ കേൾക്കാൻ പോകുന്നത് വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയെക്കുറിച്ചാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യ, ചെറുപുഷ്പം, ലിറ്റിൽ ഫ്ലവർ എന്നൊക്കെ ചെറിയ നാമങ്ങളിൽ നമ്മൾ വിളിച്ച് വിശേഷിപ്പിക്കാറുണ്ട്. വിശുദ്ധയുടെ ജീവചരിത്രം വളരെ കൗതുകമൂറുന്നതാണ്. 1858 ജൂലൈ മാസം 12-ാം തീയതി ലൂയി മാർട്ടിൻ, സെലി ഗ്വരിൻ ദമ്പതികൾ തമ്മിൽ വിവാഹം നടക്കുകയാണ്. നമുക്കറിയാം വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ഈ മാതാപിതാക്കൾ ഇരുവരും വിശുദ്ധരാണ്. ഒരു സഹോദരി കൂടി വിശുദ്ധ പദവിയിലേക്ക് അടുക്കുകയാണ്. ലെയോണി സഹോദരി വിസിറ്റേഷൻ കോൺവെൻറ്റിലായിരുന്നു. മറ്റ് 3 പേരും കൂടെ കർമ്മല മഠത്തിൽ വിശുദ്ധ കൊച്ചുത്രേസ്യയോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചരിത്രം കേൾക്കുകയാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ മാതാപിതാക്കൾ 1858 ജൂലൈ മാസം 12-ാം തീയതി ലൂയി മാർട്ടിനും സെലി ഗ്വരിനും വിവാഹിതരാകുന്നു. 9 മക്കളെ നൽകി കർത്താവ് അവരെ അനുഗ്രഹിക്കുകയാണ്. അതിൽ 4 പേര് ചെറുപ്പത്തിൽ തന്നെ മരണപ്പെടുകയാണ്. ഈ അമ്മയും മകളും തമ്മിലുള്ള 4.5 വർഷത്തെ ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. അത്ഭുതമൂറിക്കുന്ന ചില സംഭവങ്ങൾ ഇവർക്കിടയിൽ നടന്നിട്ടുണ്ട്. വിശുദ്ധ നവമാലികയിൽ എഴുതി വയ്ക്കുന്നുണ്ട്, ഒരു ദിവസം വിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മ വേഗം മരിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചുറ്റും നിന്നിരുന്ന സഹോദരിമാരും അപ്പനും എന്തിനേറെ അമ്മ പോലും ഞെട്ടിപ്പോയി. മരണത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നീ എന്താ മോളെ പറഞ്ഞത്? ചോദ്യം. മറുപടി ഇങ്ങനെയായിരുന്നു, മരിച്ചാലല്ലേ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് അമ്മ വേഗം മരിച്ച് സ്വർഗത്തിൽ പോകണം. ഇതായിരുന്നു വിശുദ്ധയുടെ ആഗ്രഹം കർത്താവ് ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം. വേഗം ഈ അമ്മ സ്വർഗത്തിലെത്തി. ഇന്ന് വിശുദ്ധയാണ്. കഥ അവസാനിക്കുന്നില്ല. ഒരിക്കൽ വിശുദ്ധ അമ്മയോട് ചോദിച്ചു, അമ്മേ, ഞാൻ സ്വർഗത്തിൽ പോകുമോ? നന്നായിട്ട് ജീവിച്ചാൽ നീ സ്വർഗത്തിൽ പോകും, കൃപയിലാണെങ്കിൽ നീ സ്വർഗത്തിൽ പോകും. അമ്മയുടെ ഉത്തരം. എന്നാൽ കൊച്ചുത്രേസ്യ പുണ്യവതി ഒരു മറുപടിയുമായിട്ട് കടന്നു വന്നു. അമ്മേ, ഇല്ലേലും ഞാൻ സ്വർഗത്തിൽ പോകും. അമ്മ സ്വർഗത്തിലായിരിക്കുമല്ലോ, മരിച്ചു കഴിയുമ്പോൾ ഞാൻ ഓടി വന്ന് അമ്മയെ കെട്ടിപ്പിടിക്കും. പിന്നെ നല്ല ദൈവത്തിന് എന്നെ എങ്ങനെ സ്വർഗത്തിൽ നിന്നും പറഞ്ഞയക്കാൻ പറ്റും? നിഷ്കളങ്കതയിൽ ഈശോയെ സ്നേഹിച്ച, സ്വർഗത്തിന് വേണ്ടി ദാഹിച്ച ഒരു വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി. അമ്മയുടെ മരണത്തിന് ശേഷം 1877 ആയപ്പോഴേക്കും അലൻസോണിൽ നിന്നും ആ കുടുംബം ലിസ്യുവിലേക്ക് മാറി താമസിക്കുകയാണ്. അവിടെ വെച്ച് ലെപ്യുസോണ എന്ന് പറയുന്ന ഒരു ഭവനവും അവർക്ക് ലഭിക്കുകയാണ്. പിന്നീട് 1883 വലിയ ഒരു ജ്വരം പിടിപെടുകയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിക്ക്. അന്ന് വിജയമാതാവിനോടുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് വലിയ സൗഖ്യം ലഭിച്ചത് വിശുദ്ധയ്ക്ക്. അതിനുശേഷം അമ്മേ എന്ന് പരിശുദ്ധ അമ്മയെ
ഏറെ സ്നേഹത്തോടു കൂടെ കൊച്ചുത്രേസ്യ പുണ്യവതി വിളിക്കാൻ തുടങ്ങി. അതിനു മുൻപും അമ്മയോട് ഭക്തി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയെ ഏറെ ആകർഷിക്കുകയുണ്ടായി. മരണക്കിടക്കയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്ന് തന്നെ പറയാം. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയെക്കുറിച്ച് ആ ആദ്യം കേട്ട കവിതയുണ്ടല്ലോ, ഇപ്രകാരമായിരുന്നല്ലോ: കല്ലില്ല, മുള്ളില്ല, കടുപ്പമില്ല, കുണ്ടില്ല, കുഴിയില്ല, കുഴപ്പമില്ല, സ്വർഗത്തിൽ അവളെത്താനിട്ട മാർഗം സുഗമ്യവും രമ്യവുമായി ലസിപ്പു. നാലപ്പാട്ട് നാരായണൻ്റെ ആ കൊച്ചു കവിത അതിങ്ങനെ വേണം യഥാർത്ഥത്തിൽ പാടാൻ. കല്ലുണ്ട്, മുള്ളുണ്ട്, കുഴപ്പമുണ്ട്, കുണ്ടുണ്ട്, കുഴിയുണ്ട്, കടുപ്പമുണ്ട്, സ്വർഗത്തിലെത്താൻ അവളിട്ട മാർഗം സുഗമ്യവും രമ്യവുമായി ലസിപ്പു. ചില പണ്ഡിതന്മാർ വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയെ വിശേഷിപ്പിക്കുക ഈ ഒരു പദം ഉപയോഗിച്ചാണ്. ബൂർഷ്വ. എന്തിൻ്റെ ബൂർഷ്വ? ദൈവസ്നേഹത്തിൻ്റെ ബൂർഷ്വ. ബൂർഷ്വ എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്: എല്ലാ സൗഭാഗ്യങ്ങളും സമ്പത്തും വെച്ച് ആസ്വദിക്കുന്ന ഒരു ഭൂ ഉടമ, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെ ഒരു സമ്പന്നൻ. അപ്പോൾ വിശുദ്ധയെക്കുറിച്ച് പറയുക, ചില പണ്ഡിതന്മാർ പറഞ്ഞു വയ്ക്കുക, ബൂർഷ്വ സകല കൃപാവരങ്ങളെയും ദൈവസ്നേഹത്തെയും വെച്ച് ആസ്വദിച്ച വിശുദ്ധയാണത്രേ. യെസ്, ശരിയാണ്. വിശുദ്ധയ്ക്ക് ഉണ്ടായിരുന്ന ആ ദൈവസ്നേഹം അത് മറ്റ് പലരിലും നമുക്ക് കണ്ടെത്താനാവില്ല. തിളച്ചു മറിയുകയായിരുന്നു ഈ വിശുദ്ധയിൽ ദൈവസ്നേഹം. നമ്മൾ നേരത്തെ ആദ്യം കേട്ട ആ വചനഭാഗം ഓർക്കണില്ലേ? വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി എഴുതി പൂർത്തിയാക്കിയ നവമാലികയിലെ ആ വാക്കുകളെല്ലാം എന്തൊക്കെയാകാൻ ആഗ്രഹമുണ്ടെന്ന് വിശുദ്ധ പറഞ്ഞു വെച്ചത്. കുരിശിൽ കിടക്കുന്ന കർത്താവിനെ പുണരാൻ ആഗ്രഹമുണ്ട്, വൈദികനാകാൻ ആഗ്രഹമുണ്ട്, രക്തസാക്ഷിയാകാൻ ആഗ്രഹമുണ്ട്. വിശുദ്ധ ആഗ്നസിനും വിശുദ്ധ സിസിലിയായ്ക്കുമൊപ്പം വാളിന് നേരെ കഴുത്ത് നീട്ടിക്കൊടുക്കാൻ ആഗ്രഹമുണ്ട്. അതുപോലെ ജുവാൻ ഓഫ് ആർക്കിനെ പോലെ എരിയുന്ന ചിതയിൽ നിന്ന് കൊടുക്കാൻ ആഗ്രഹമുണ്ട്. വിശുദ്ധ യോഹന്നാനെ പോലെ തിളച്ച എണ്ണയിൽ വീഴാൻ ആഗ്രഹമുണ്ട്. അന്തിക്രിസ്തുവിൻ്റെ വരവിൻ്റെ കാലത്ത് ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന സഹനങ്ങൾ മുഴുവൻ ജീവിതത്തിൽ വെച്ച് ആസ്വദിക്കുവാൻ ആഗ്രഹമുണ്ട്. അതുപോലെ എല്ലാറ്റിനുമുപരി ദൈവസ്നേഹം ഇല്ലാത്ത നരകത്തിൽ പോയി ദൈവസ്നേഹം സ്ഥാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതായിരുന്നു വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി. അപ്പോൾ വിശുദ്ധയെക്കുറിച്ച് പറയുക, വിശുദ്ധയ്ക്ക് 15 വയസ്സാകുമ്പോൾ തന്നെ കർമ്മല മഠത്തിൽ പ്രവേശിച്ച് കർത്താവിന് മുഴുവനായിട്ടും സ്വയം സമർപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. വെറും 15 വയസ്സ് ആകുമ്പോൾ തന്നെ ഈ ഒരു ആഗ്രഹം ഉള്ളിൽ തിളയ്ക്കാൻ തുടങ്ങി. അന്നേരം തന്നെ വിശുദ്ധയുടെ 2 സഹോദരിമാർ, പൗളിൻ ചേച്ചിയും മരിയ ചേച്ചിയും മഠത്തിൽ പ്രവേശിച്ചിരുന്നു. ബാക്കിയുള്ളത് ഭവനത്തിൽ ലിയോണി വിസിറ്റേഷൻ കോൺവെൻറ്റിലേക്ക് പോയിരുന്നു. ലിയോണിയുടെ കഥ അതും വളരെ പ്രധാനപ്പെട്ട കൗതുകമൂറുന്നൊരു കഥയാണ്. പിന്നീട് കേൾക്കാം. സെലിൻ ചേച്ചിയും ഉണ്ടായിരുന്നു. അപ്പോൾ 4 പേരും ഉണ്ടായിരുന്നു. 2 പേർ ഇതിനോടകം തന്നെ കർമ്മല മഠത്തിൽ പ്രവേശിച്ചിരുന്നു. അപ്പോൾ ചെറിയ പ്രായത്തിൽ കർമ്മല മഠത്തിൽ ഇവർ കുർബാനയ്ക്ക് പോകുമായിരുന്നു. കൊച്ചു കിളിവാതിലൂടെ കർമ്മല മിണ്ടാമഠത്തിലെ സന്യാസിനിമാർ ഈശോയെ സ്വീകരിക്കുന്നതും അവരുടെ പ്രാർത്ഥനകളുമെല്ലാം വിശുദ്ധയെ വല്ലാതെ ആകർഷിച്ചിരുന്നു. ഒരു ദിവസം ഞാനും അവിടെ പോകും എന്ന് അപ്പച്ചനോട് കൊച്ചുറാണി പറയുമായിരുന്നു. അപ്പച്ചൻ വിശുദ്ധയെ വിളിച്ചിരുന്ന പേരാണ് കൊച്ചുറാണി. മൈ ലിറ്റിൽ ക്വീൻ, എൻ്റെ കൊച്ചുറാണി. എത്ര സുന്ദരമായിട്ടാണ് വിളിച്ചിരുന്നത്. അപ്പോൾ 15-ാം വയസ്സിൽ വിശുദ്ധ ഈ ആഗ്രഹം അപ്പൻ്റെ അടുത്ത് ചെന്ന് പറയുകയാണ്. അന്ന് അപ്പൻ ഒരല്പം വേദനയോടെ, എന്നാൽ ഉള്ള് നിറയുന്ന നിർവൃതിയോടെ പറഞ്ഞത് ഇപ്രകാരമാണ്: എൻ്റെ മക്കളെ, ഓരോന്നോരോന്നായി കാരുണ്യവാനായ ദൈവം എന്നോട് ദാനം ചോദിക്കുന്നത് എനിക്ക് എത്ര വലിയ ബഹുമാനമാണ്. കൊച്ചുത്രേസ്യ പുണ്യവതി ഇത് വന്ന് ചോദിക്കുമെന്ന് ഈ അപ്പൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. പക്ഷെ ചോദിക്കുകയാണ്. കേട്ടു, ഇതെല്ലാം സംഭവിക്കുകയാണ്. ഒടുവിൽ അപ്പച്ചൻ നൽകിയ അനുവാദവുമായി ഇവർ ഇരുവരും ചേർന്ന് പിതാവിൻ്റെ അടുത്ത് അനുമതി തേടിയെത്തുന്നു. പിതാവ് അനുവദിക്കുന്നില്ല, മദറും അനുവദിക്കുന്നില്ല. ഒടുവിൽ ഇവർ തീരുമാനിക്കുകയാണ് റോമിൽ ചെന്ന് മാർപ്പാപ്പയെ നേരിട്ട് കാണാം. ലിയോ 13 മാർപ്പാപ്പയുടെ അടുത്തേക്ക് അവരൊരു യാത്ര നടത്തുകയാണ്. റോമാ യാത്രയൊക്കെ മനോഹരമായി ആത്മകഥയിൽ വിവരിക്കുന്നുണ്ട്. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയും റോമിൽ കണ്ടെത്തിയ മനോഹരമായ വിശുദ്ധരുടെ തിരുശേഷിപ്പുകളും ദേവാലയങ്ങളുടെ മനോഹാരിതയും അവിടുത്തെ വിശുദ്ധ രൂപങ്ങളുമെല്ലാം എഴുതി വിശേഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ദ ഫോക്കൽ പോയിൻ്റ്, ആ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയായിരുന്നു. ഈ
വിവരണം എത്രയും സുന്ദരമാണ്. കൊച്ചു ത്രേസ്യ പുണ്യവതി അവിടെ ചെല്ലുകയാണ്. പ്രൈവറ്റ് ഓഡിയൻസ് ഉണ്ട് ആ കാലഘട്ടത്തിൽ. നേരിട്ട് ചെന്ന് മുട്ടുകുത്തി കരം ചുംബിച്ച് പ്രാർത്ഥന തേടാം. അന്ന് മാർപ്പാപ്പയ്ക്ക് എന്തോ അസ്വസ്ഥതയായിരുന്നു. അപ്പോൾ ആരും അധികം സമയമെടുക്കരുത്, സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊച്ചു ത്രേസ്യ പുണ്യവതി കടന്നു ചെല്ലുന്നതിന് തൊട്ട് മുൻപ് സെലിൻ ചേച്ചി കടന്നു പോവുകയാണ്. പറയണം, സ്പീക്ക് ഇറ്റ് എന്ന് പറഞ്ഞാണ് സെലിൻ ചേച്ചി മാറുന്നത്. വിറയലോടെ, ഭയത്തോടെ, എന്നാൽ ഒത്തിരി കൊതിയോടെ മാർപ്പാപ്പയുടെ കയ്യിൽ തൻ്റെ കുഞ്ഞിക്കരങ്ങൾ ചേർത്ത് വെച്ച് ആ 15 വയസ്സുകാരി ചോദിച്ചു, ഈ ജൂബിലി വർഷത്തിൻ്റെ സന്തോഷത്തിൻ്റെ പേരിൽ എനിക്ക് 15-ാം വയസ്സിൽ കർമ്മല മഠത്തിലേക്ക് പ്രവേശിക്കാൻ അനുമതി തരുമോ എൻ്റെ പിതാവേ? ആദ്യം മാർപ്പാപ്പയ്ക്ക് മനസ്സിലായില്ല. തൊട്ടടുത്ത് നിന്നിരുന്നവരോട് ചോദിച്ചു. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. 15 വയസ്സുകാരി, ഇവൾക്ക് ആഗ്രഹം മഠത്തിൽ ചേരാനാണ്, കർമ്മല മഠത്തിൽ. മാർപ്പാപ്പയുടെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ പ്രവേശിക്കും, ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ പ്രവേശിക്കും. കൊച്ചു ത്രേസ്യ പുണ്യവതി വീണ്ടും ചേർത്ത് വെച്ചു, ഇല്ല പിതാവേ, അങ്ങ് പറഞ്ഞാൽ ആർക്കും നോ പറയാൻ പറ്റില്ല, അധികാരികളുടെ തീരുമാനം നടക്കട്ടെ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അന്ന് വിശുദ്ധ പറഞ്ഞു വെച്ചു, ഏറ്റവും വലിയ കഷ്ടപ്പാടുകൾ വിലയായി നൽകി എൻ്റെ ദൈവവിളി നേടിയെടുക്കണമെന്നായിരുന്നു ദൈവഹിതം. വിശുദ്ധ നവമാലികയിൽ പറഞ്ഞു വെച്ചതാണ്. ഏറ്റവും വലിയ കഷ്ടപ്പാടുകൾ സഹിച്ചു തന്നെ 15-ാം വയസ്സിൽ ഒടുവിൽ ഈ കൊച്ചു വിശുദ്ധ കർമ്മല മഠത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. കർമ്മല മഠത്തിൽ കയറിയ ഉടനെ വിശുദ്ധ പറഞ്ഞു വെച്ചു, ഞാൻ ഇനി മുതൽ ഇവിടെയായിരിക്കും, എപ്പോഴും ഇവിടെ. അർത്ഥവത്തായിരുന്നു. 9 വർഷത്തെ കർമ്മല മഠത്തിലെ ജീവിതം സ്നേഹം നിറഞ്ഞു നിന്ന ജീവിതമായിരുന്നു. പറഞ്ഞാലും തീരില്ല. ആദ്യമൊക്കെ കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ അസ്വസ്ഥതയും വെറുപ്പുമുള്ളവരുണ്ടായിരുന്നു. പിന്നീട് അവരെല്ലാം കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ സ്നേഹിതരായി മാറുന്ന അത്ഭുതമായിരുന്നു കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ ജീവിത കഥയ്ക്ക് വിവരിക്കാനുള്ളത്. അത്ഭുതമൂറുന്ന ജീവിതം തന്നെയായിരുന്നു. ഏറെ വേദനകളിലൂടെയും സഹനങ്ങളിലൂടെയും ക്ഷയബാധയിലൂടെയും എല്ലാമായിരുന്നു വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതി കടന്നുപോയത്. അവസാനം മരണക്കിടക്കയിൽ കിടക്കുകയാണ്. ആ കിടക്കുന്ന വേളയിൽ അമ്മ പറഞ്ഞു, ആഗ്നസ് അമ്മ, പൗളിൻ ചേച്ചി പറഞ്ഞു, എഴുത്, നിൻ്റെ ആത്മകഥയൊന്ന് എഴുത്. കാരണം മനോഹരമായിട്ട് വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതി പറഞ്ഞു കൊടുക്കുമായിരുന്നു പഴയ കഥകളെല്ലാം ഓർത്ത്. അതുകൊണ്ടാണ് അമ്മ പറഞ്ഞു കൊടുത്തത്, നീ എഴുത്, ആത്മകഥ പോലെ നിൻ്റെ ഓർമ്മക്കുറിപ്പുകളെല്ലാം എഴുത്. മനോഹരമായി രചിച്ചു ദ സ്റ്റോറി ഓഫ് എ സോൾ. ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതിയെക്കുറിച്ച് ഇറങ്ങിയ ഒരു സിനിമയുണ്ട്, സെയിൻറ്റ് ലൂക്ക് പ്രൊഡക്ഷൻസിൻ്റേതാണ്. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്, ആൻ ഓർഡിനറി ഗേൾ വിത്ത് ആൻ എക്സ്ട്രോർഡിനറി സോൾ. ഒരു സാധാരണ പെൺകുട്ടി എന്നാൽ ഒരു അസാധാരണമായ ആത്മാവോടുകൂടെ ഉള്ളയാണ്. ഒരാത്മാവ്, മനോഹരമായ സുന്ദരമായ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയായിരുന്നു ആ കൊച്ച് സുന്ദരി. അപ്പോൾ നമ്മൾ ഈ വിശുദ്ധയുടെ അവസാന ജീവിത കാലഘട്ടത്തിലേക്ക് കടന്നു വരികയാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതി മരണക്കിടക്കയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞ ഏതാനും വാചകങ്ങളുണ്ട്. അതിലുണ്ട് ഈ വിശുദ്ധ എന്തായിരുന്നു പ്രതീക്ഷിച്ചത്, ഈ വിശുദ്ധ ആരായി തീരുമെന്ന് ഈ വിശുദ്ധയ്ക്ക് അറിയാമായിരുന്നു എന്നത്. നമുക്ക് ആ ഭാഗങ്ങളൊന്ന് വായിച്ച് കേൾക്കാം. ഇപ്രകാരമാണ് വിശുദ്ധ പറഞ്ഞു വയ്ക്കുന്നത്. മരണത്തെക്കുറിച്ചുള്ള വാചകങ്ങളാണ്. ഞാൻ മരിക്കുകയല്ല, എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വീഴുകയാണ്. ഞാൻ ആയുസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വർഗപ്രാപ്തിയെക്കുറിച്ച് വലിയ പ്രത്യാശ തന്നെ ഈ വിശുദ്ധയ്ക്ക് ഉണ്ടായിരുന്നു. മരണക്കിടക്കയിൽ തന്നെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന സന്യാസികളോടായി ഈ വിശുദ്ധ പറഞ്ഞു വെച്ചു, എൻ്റെ കുഞ്ഞു സഹോദരിമാരെ, നിങ്ങൾ ഒരു കൊച്ചു പുണ്യവതിയെയാണ് ശുശ്രൂഷിക്കുന്നത് എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. എൻ്റെ ദൗത്യം ഇനിയും ആരംഭിക്കാൻ പോകുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. ഞാൻ നല്ല ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ എല്ലാവരെയും കൊണ്ട് സ്നേഹിപ്പിക്കുന്നതിനും എൻ്റെ കുറുക്കുവഴി ആത്മാക്കളെ പഠിപ്പിക്കുന്നതിനുമുള്ള എൻ്റെ ദൗത്യം. നല്ല ദൈവം എൻ്റെ ആഗ്രഹങ്ങൾ അനുവദിക്കുന്ന പക്ഷം എൻ്റെ സ്വർഗീയ ജീവിതം ഞാൻ ലോകാവസാനം വരെയും ഭൂമിയിൽ ചിലവഴിക്കും. അതെ, സ്വർഗജീവിതം ഭൂമിയിൽ നന്മ ചെയ്യുന്നതിന് വേണ്ടി വിനിയോഗിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട അമ്മേ,
അങ്ങ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആത്മാക്കളിൽ എൻ്റെ രൂപം ചിത്രീകരിക്കാൻ യേശു തിരഞ്ഞെടുത്തിരിക്കുന്ന കൊച്ചു തൂലികയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി അവസാനിപ്പിക്കുകയാണ്. അവസാനത്തെ 9 മാസ കാലഘട്ടം ഈ വിശുദ്ധയ്ക്ക് വലിയ ആധ്യാത്മിക ശുഷ്കത അനുഭവപ്പെടുകയാണ്. കർത്താവുണ്ടോ? സ്വർഗമുണ്ടോ? ഞാൻ നരകത്തിൽ പോകുമോ? വലിയ വേദനകൾ, ഡിവൈൻ എക്ലിപ്സ് എന്നൊക്കെ പറയാം. സൂര്യഗ്രഹണം പോലെ കർത്താവ് മാറി നിൽക്കുന്ന ഒരവസ്ഥ. 9 മാസ കാലഘട്ടം ബൂർഷയായിരുന്നു എന്നാണ് നമ്മൾ നേരത്തെ കേട്ടത്. അല്ല, എല്ലാവിധത്തിലുമുള്ള ത്യാഗങ്ങൾ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഈ വിശുദ്ധ അനുഭവിച്ചിട്ട് തന്നെയാണ് സ്വർഗത്തിലേക്ക് കടന്നു ചെന്നത്. അവസാന നിമിഷം വരെയും ഈ ആധ്യാത്മിക ശുഷ്കത തുടർന്നു എന്നാണ് പറയപ്പെടുക. 1897 സെപ്റ്റംബർ മാസം 30 ദീർഘനാളായി ഉണ്ടായിരുന്ന രോഗം മൂർച്ഛിക്കുകയും വൈകുന്നേരം 7:20 മരിക്കുകയും ചെയ്തു. 1925 മെയ് മാസം 17 വിശുദ്ധയെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. 1927 ഡിസംബർ മാസം 14 അഖില ലോക മിഷൻ മധ്യസ്ഥയായി വിശുദ്ധ ഉയർത്തപ്പെടുകയാണ്. 1944 മെയ് മാസം 3 ഫ്രാൻസിൻ്റെ സഹമധ്യസ്ഥയാക്കപ്പെട്ടു. 1997 ഒക്ടോബർ മാസം 17 വിശുദ്ധ നാമകരണം ചെയ്യപ്പെടുകയാണ്. വേദപാരംഗതയായി ജോൺ പോൾ II മാർപ്പാപ്പയാൽ. അപ്പോൾ വലിയ ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ നാൾ വഴികളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറത്ത് ഈ വിശുദ്ധ ഭൂമിയിൽ ചെറിയ ഹ്രസ്വ ജീവിതം 25 വർഷം കൊണ്ട് ജീവിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്. അത്ര മനോഹരമായിരുന്നു. 9 വർഷക്കാലം കർമ്മല മഠത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിലായിരുന്നു. വിശുദ്ധ ക്ലാര പുണ്യവതി എഴുതിയ കത്തിലെ ഒരു കൊച്ചു വരിയുണ്ട്. അതിപ്രകാരമാണ്: നീ പ്രഭാതത്തിൽ ഉണരുമ്പോൾ നിന്റെ മുഖം കണ്ണാടിയിൽ നോക്കി ആ ദിവസത്തിനായി ഒരുങ്ങണം. ആ കണ്ണാടി മുറിവേറ്റ ഈശോയുടെ തിരുമുഖമാകണം. ഇതാണ് ഓരോ വിശുദ്ധനെയും വിശുദ്ധയെയും മുന്നോട്ട് നയിച്ചത്. എല്ലാ ദിവസവും ഉണരുമ്പോൾ കർത്താവിൻ്റെ മുഖം കണ്ടുള്ള ആരംഭം. ഈ വിശുദ്ധയെയും വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയെയും അവസാനം വരെയും ആ സ്നേഹത്തിൽ, ആ ലഹരിയിൽ, ദൈവസ്നേഹത്തിൽ കൊണ്ടുചെന്ന് നിർത്തിയത് ഈ തിരുമുഖത്തോടുള്ള, ഈശോയോടുള്ള അഗാധമായ സ്നേഹം തന്നെയായിരുന്നു. ഈ വിശുദ്ധ ഇന്ന് നിറഞ്ഞ് പ്രശോഭിക്കുന്നുണ്ടെങ്കിൽ കർത്താവിലേക്ക് മാത്രം നോക്കിയത് കൊണ്ടാണ്. 3 കാര്യങ്ങൾ പറഞ്ഞച്ഛൻ അവസാനിപ്പിക്കുകയാണ്. ആദ്യത്തേത് കളിപ്പന്തിൻ്റെ ഉപമ. ഞാനൊരു കൊച്ചു കളിപ്പന്ത് പോലെയാണ്, ഈശോയാണ് കളിക്കാരൻ. ഈ കൊച്ചു പന്തിനെ ഈശോ ചിലപ്പോൾ എറിഞ്ഞു കളയും, തട്ടിത്തെറിപ്പിക്കും, ചവിട്ടി പറപ്പിക്കും, കുത്തിപ്പൊട്ടിക്കും. പക്ഷേ അവസാനം എടുത്ത് മാറോടണയ്ക്കും. 2, പർവ്വതത്തിൻ്റെയും മണൽത്തരിയുടെ ഉപമ. ഞാൻ ഒരു മണൽത്തരിയെ പോലെയാണ്. വലിയ വിശുദ്ധർ പർവ്വതങ്ങളെ പോലെ. എങ്ങനെ ഞാൻ അവരെ പോലെയാകും? ലിഫ്റ്റ് കണ്ടുപിടിച്ചു. സ്നേഹത്തിൻ്റെ, ആധ്യാത്മിക ശിശുത്വത്തിൻ്റെ ലിഫ്റ്റ്. മൂന്നാമത്തെ ഉപമ, ഞാനൊരു കൊച്ചു തോണി പോലെയാണ്. തോണിയുടെ അമരത്തിൽ കർത്താവുണ്ട്. എത്രയൊക്കെ ആടിയൊലഞ്ഞാലും കർത്താവിനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക തന്നെ ചെയ്യും. നല്ല ബോധ്യങ്ങൾ തരുന്ന ഈ വിശുദ്ധിക്ക് നന്ദി പറയാം. ഈ വിശുദ്ധയെ തന്നതിനെ ഓർത്ത് കർത്താവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ഈ വിശുദ്ധയെ തന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇത്ര വലിയൊരു വിശുദ്ധയെ ഞങ്ങൾക്ക് തന്നതിന് നന്ദി പറയുന്നു. ചെറുപ്പകാലം തൊട്ട് ഓരോ ശിശുവും അറിയുന്ന വിശുദ്ധയാണ് ചെറുപുഷ്പം, ലിറ്റിൽ ഫ്ലവർ, വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി. ഒരു കുഞ്ഞായിരിക്കുവാനും ഈശോയെ അങ്ങയുടെ കൈ പിടിച്ച് നടന്ന് വിശുദ്ധിയുടെ ഗോപുരങ്ങൾ കീഴടക്കുവാനും ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.